വേടൻ എന്ന പേര് ചൂസ് ചെയ്യുമ്പോൾ ഇരയാണ്, പക്ഷേ വേട്ടക്കാരൻ്റെ പേരാണ് വേടൻ ഒരു തരത്തിൽ. അങ്ങനെ ഒരു പേരിൻ്റെ ഒരു കോൺട്രഡിക്ഷനൊക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ അതൊരു ജാതി പേര് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ജാതി പറഞ്ഞ് ജാതിയെ നേരിടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ വേടൻ എന്ന പേര് തന്നെ ചൂസ് ചെയ്തത്? അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു സമയത്ത് ഓക്കെ എന്നെ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണെന്ന് ഒരു സമയത്ത്, ഇപ്പോഴൊന്നല്ല 2-3 വർഷം മുന്നൊക്കെ. ഇപ്പം അവിടെ നിന്നൊക്കെ മാറി, നമ്മുടെ ഐഡിയ ഒക്കെ അവിടെ നിന്നൊക്കെ മാറി. പിന്നെ വേടൻ എന്നുള്ള പേര്, ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ വേട്ടയാടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. അപ്പം ഞാൻ അതിനെ അങ്ങനെ മാത്രമായിട്ട് കരുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും ആലോചിക്കാതെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവുക. നമുക്ക് എൻ്റെ ബാക്കിലൊരു ഫാമിലി ഉണ്ട്, നമ്മളാണ് ഫാമിലിനെ നോക്കുന്നവർ. നെഡിൽ ആൺ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നെഡിൽ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലീനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ 2 വർഷം മുന്നുണ്ടായിരുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് വേടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും വേടൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും എനിക്ക് കൂടുതൽ പാട്ടുകളിലൂടെ വരും കാലങ്ങളിൽ പാടാൻ പറ്റണം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എന്താ ചെയ്യുക, സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിത്ത് പൊളിറ്റിക്സ്. ഈ സങ്കടം വരുമ്പോൾ പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാറും, എന്താണ് പറയുക, പൊതുചർച്ചകളിൽ പോയി സംസാരം കേൾക്കലും എല്ലാമുണ്ട്. അങ്ങനെ പക്ഷെ അതങ്ങനെ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത്. ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഞാൻ ഏറ്റവും താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. ഞാൻ ഏറ്റവും താഴെയുള്ള ജനങ്ങളുടെ കൂടെ നിന്നിട്ട് നമ്മുടെ നാടിന് ആവശ്യമുള്ള പൊളിറ്റിക്സ് നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ് പാരലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജാതിയും മതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ തീർക്കേണ്ടതുണ്ട്. അപ്പം വേടൻ്റെ മനസ്സ് എപ്പോഴും സെൻസിറ്റീവായിട്ടാണ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉണരും. പക്ഷേ ചില പൊളിറ്റിക്സിലൊക്കെ നമ്മൾ ചില സമയത്ത് തലവെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതായി പോകുന്ന പേടിച്ചിട്ടൊക്കെ നമ്മൾ മാറി നിൽക്കുമോ? എന്താണ് ഇപ്പോഴത്തെ അങ്ങനെ ഒരു പേടിയുണ്ട് എനിക്കിപ്പോൾ. കാരണം ഞാൻ തനി മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പേടിയുണ്ട്. തനി മനുഷ്യനായതിൻ്റെ പേടിയുണ്ട് എനിക്ക്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ പണിയെടുക്കുന്നത്. എൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പൊളിറ്റിക്സ് സംസാരിക്കുക ഞാൻ തനിച്ചെടുക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ തനിച്ച് പണിയെടുക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഞാനൊരു പ്രാവശ്യം വീണതാണ്. ഞാൻ വീണപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും വേണം. അപ്പോൾ എനിക്ക് അവരേനൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്, അതൊരു അനുഭവമാണ്. പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് തീരെ പൊളിറ്റിക്കൽ അല്ലാതെ എന്ത് നടന്നാലും മിണ്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. ഞാൻ പാട്ടിലൂടെ എന്നും പ്രവർത്തിക്കും. പാട്ടിലൂടെ എനിക്ക് പറ്റാവുന്ന പൊളിറ്റിക്സ് ഞാൻ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പഴയ പോലെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന പരിപാടി കുറച്ച് കാലത്തേക്ക് നടക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പാട്ടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പാട്ടൊരെണ്ണം വരുന്നുണ്ട്, 10 തല എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിറങ്ങി കഴിഞ്ഞാൽ ഉമ്മരെന്നെ വെടിവെച്ചോലോ എന്നുള്ള ആൾക്കാർക്ക് അറിയാം. പാട്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണ്. മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലിന് വേണ്ടിയിട്ടാണ് ആ പാട്ട് കൊടുക്കുന്നത്. പാട്ടിന്റെ പേര് 10 തല എന്നാണ്. 10 തല 10 കല, രാവണ പെരുമ്പാട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ പാട്ട്. ഏത് നാട്ടിൽ നിന്നാണ് ഇൻസ്പിറേഷൻ? തീർച്ചയായും ശ്രീലങ്കയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. രാമായണമാണോ അവിടുത്തെ രാമായണത്തിൽ? അവിടുത്തെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പരാമായണത്തിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. ഇപ്പോൾ നായകൻ രാവണ പെരുമ്പാട്ടനാണ്. രാവണനാണ് നമ്മുടെ നായകൻ. അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത്. അടുത്തത് ഇച്ചിരി പ്രശ്നം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വ്യത്യസ്തമായ രാമായണങ്ങളുള്ളത് ശ്രീലങ്കയുടെ രാമായണത്തെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണല്ലോ? അല്ല, അത്യാവശ്യം ധാരണയുള്ള ആളെന്നല്ല, ചെറുതായിട്ട് വായിക്കും, ചെറിയ അറിവുകളുണ്ടെന്നുള്ള. അപ്പോൾ ഞാൻ എല്ലാം വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. കമ്പരാമായണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ രാവണ പെരുമ്പാട്ടൻ കഥകളൊക്കെ തമിഴിൽ ഞാൻ വായിക്കാറുണ്ട്, ഓൺലൈൻ വഴിയും. എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ച്. ഇപ്പോൾ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് 10 തല. അത് വേഗം ഉണ്ടാവും. മാസപ്പീൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ പാട്ടിറക്കും.
ഉം. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തീർച്ചയായിട്ടും വേടന്റെ. വേടൻ ഈസ് എ വാക്കിംഗ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഈ നിറവ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. നിറങ്ങൾ ഒരുപക്ഷെ ജാതി അല്ലാത്ത നിറവ്യത്യാസം, ജാതിയുടെ നിറവ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് കാണണോ അതേ ഒരുമിച്ച് കാണണോ നമ്മൾ? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആ കാര്യം. അപ്പം എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല പലർക്കും ഉണ്ടാവും ആ കാര്യത്തിൽ. കളർ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ. എല്ലാവർക്കും നേരിടുന്നുണ്ട്. അത് കറുപ്പ് വെളുപ്പൊന്നും എല്ലാവർക്കും അതിനകത്ത് ജാതി ഇല്ലാതെ തന്നെ അതിനകത്ത് എല്ലാവരും നേരിടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് വേറെ വലിയ കമൻറ്റുകളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഈ മറ്റേ 4MA 5MA ഉള്ള ആൾക്കാരൊക്കെ വേറെ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ തെരുവിൻ്റെ മോൻ, പാട്ടിലൂടെ സംസാരിക്കാൻ മതി. ഈ കലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കലയുടെ ഷേപ്പിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഷേപ്പ്ലെസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു വാർപ്പ് മാതൃകയൊന്നുമില്ല, ഒരു ഷേപ്പ്ലെസ് ആണ്. അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ചില ശുദ്ധിവാദക്കാരുടെ വാദങ്ങൾക്കെതിരാണ്. കല എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം എന്നുള്ളിടത്ത് നിന്നാണ്, ലൈക്ക് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. ഇതാണ് ആർട്ട്, ഇന്നതാണ് ആർട്ട്. ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അവൻ കൂലിപ്പണിക്കാരനെ കൈ കിരീനണ്ടില്ലേ, പേന പിടിക്കണ കൈയല്ല അത്. ഞാൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്കറിയുന്ന ആർട്ടാണ് എനിക്കറിയുന്ന വഴിയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾക്കാരെ അത് അംഗീകരിക്കുന്നുണ്ട്. ഓ, കലാകാരനാണ് വേണമെന്നുള്ള ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ കലാകാരനല്ല, ഞാൻ കല പഠിച്ചിട്ടില്ല. അപ്പോൾ കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. കല ഷേപ്പ്ലെസ് ആണ്, വെള്ളം പോലെയാണ് കല. കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. കലയ്ക്കൊരു ഷേപ്പുണ്ട്, എല്ലാത്തിനും ഒരു ഷേപ്പും വിശുദ്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഈ വിശുദ്ധി ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിനെ ആദ്യം തല്ലി പൊട്ടിക്കണം. അങ്ങനെ ഒന്നിനും ഒരു വിശുദ്ധിയും ഒന്നിനും ഒരു ഷേപ്പും അങ്ങനെയൊന്നുമില്ല കലയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കലയ്ക്കൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ വളരില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും അത്ര വളർച്ചയുള്ള ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല.